എല്ലാവർക്കും അറിയാം ചെമ്മീൻ എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിക്കുന്ന കുറച്ച് പേര്, എല്ലാവരും തിരില്ല, കുറച്ച് പേരെ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് ചേട്ടൻ ഒരു തരി പോലും ഉറങ്ങാണ്ടിരുന്ന് കണ്ട നാടകമാണ് അത്. തൊറയിൽ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. കറുത്തമ്മേരനിധി പഞ്ചമി ചെമ്പകുഞ്ഞ്. അതിലൊരു പാളിച്ച പോലും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഊക്ക് വിളി കിട്ടും. അവര് മാത്രല്ല കാണാൻ വന്നൊരു തല്ലും. പിന്നെന്തിനാ വലിയ കൊച്ചുമുതലാളി എന്ന് പറഞ്ഞ് നടക്കുന്നേ? കറുത്തമ്മേനെ പരീക്കുട്ടീന്ന് വിളിക്കണം. കറുത്തമ്മേനെ ഞാൻ വല്യമരക്കാത്തീന്ന് വിളിക്കും. ഇത്രയും വലിയ സാധനമൊക്കെ പറിച്ചോണ്ടൊന്നും കുളിച്ചിടും ഞാൻ വിചാരിച്ചിട്ടില്ല. ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നമ്മള് ആ സമയത്ത് കുറെ ദുഃഖിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ദുഃഖിച്ചിരിക്കില്ല. പോട്ടെ പോട്ടെ ഒക്കെ പോട്ടെ. നമ്മുടെ പാചകങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു. ഞാൻ കുളിച്ചു. സരിത ഇവിടെ മിറ്റടിച്ചു. ഇവിടെയാണ് നമ്മുടെ റിഹേഴ്സൽ ചെയ്യുന്ന സ്ഥലം. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ പോകാം, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് എവിടേക്കൊക്കെ പോകാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ എന്ന് പറഞ്ഞ നാടകത്തിൽ മഹത്തായ ഒരു സൃഷ്ടിയാണ് ചെമ്മീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെമ്മീൻ എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിക്കുന്ന കുറച്ച് പേര്, എല്ലാവരും തിരില്ല, കുറച്ച് പേരെ പരിചയപ്പെടുത്താം കേട്ടോ. ഇത് നമ്മുടെ പളനീനെ പരിചയപ്പെടുത്തുക. കിഷോർ, നമ്മുടെ സൂപ്പർ താരമാണ് കിഷോർ കേട്ടോ. കിഷോറിനെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. വിവിധ തരം ഭാഷകൾ അറിയുന്ന കിഷോർ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ദിനേശനാണ്. ദിനേശൻ നമ്മുടെ തൊറയിൽ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. തൊറയിൽ അച്ഛൻ, ഇത് അവിടുത്തെ ഒരു കടപ്പുറത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആളാണ്. അപ്പോൾ കറുത്തമ്മേരെ നാട്ടിലത്തെ തൊറയിലച്ഛനാണ് ആള്. അപ്പോൾ ദിനേശൻ പറയണത് എനിക്ക് പളനീരെ നാട്ടിലത്തെ തൊറയിലച്ഛനായിട്ടും കൂടി അഭിനയിക്കുന്നത്. അതെങ്ങനെ ശരിയാവും? ഒരാൾക്ക് ഡബിൾ റോള് അത് പറ്റിയ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ദിനേശന് ഒരു തൊറയിലച്ഛൻ്റെ അപ്പൊ സൈസിലുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നമുക്ക് അത് ഡബിൾ റോള് കൊടുക്കാൻ പറ്റിയ ആളുകൾ കൺഫ്യൂഷൻ വരും. പിന്നെ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മഞ്ജു അല്ല, അയ്യോ സോറി, അഞ്ചു. ഇത് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ആ ബൈക്കുമ്മ വരുന്നതാണ് നമ്മുടെ ചെമ്പൻകുഞ്ഞ്. ഇത് അഞ്ചു, ഞാൻ മഞ്ജു എന്നാ പറഞ്ഞേട്ടാ. അഞ്ചു അഭിനയിക്കുന്നത് ചെമ്പൻകുഞ്ഞിൻ്റെ, അതായത് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ രണ്ടാം ഭാര്യയായിട്ട് പാപ്പിക്കുഞ്ഞ് എന്നുള്ള പേര്. പാപ്പിക്കുഞ്ഞ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആണിൻ്റെ പേരല്ല പാപ്പിക്കുഞ്ഞ്, പക്ഷേ പെണ്ണാണ് പാപ്പിക്കുഞ്ഞിട്ടാ. അങ്ങനെ അഞ്ചു ഇത് കേട്ടാ. അഞ്ചു കുറേ അവിടെ മറ്റേ അരുവിമംഗലത്ത് ഒരു നാടകമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ എൻ പിള്ള സാറിൻ്റെ ഫോട്ടോഗ്രാഫറല്ല എന്ന് നാടകത്തിൽ ഗ്രൂപ്പ് ഫോട്ടോ എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അഞ്ചു ആദ്യമായിട്ടാണ് നമ്മുടെ നാടകത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ഇതിവിടെ ഒരു സുന്ദരി കുട്ടി ഇരിക്കുന്നുണ്ട്. ഇതാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിനേശൻ്റെ ചേച്ചിയുടെ മോളാണ്. ഇതാണ് നമ്മുടെ കറുത്തമ്മേരനിധി പഞ്ചമിയായിട്ടൊരു പെൺകുട്ടിയില്ലേ, അതാണ് പേര്. ഞാൻ സ്വപ്ന കുട്ടി കേട്ടാ. പിന്നെ നമ്മുടെ കറുത്തമ്മതേ ഇവിടെ ഇരിക്കുന്നു. കറുത്തമ്മതേ ഒതുങ്ങിയിരിക്കുകയാണ് കേട്ടാ. ചാരിയിരിക്കുന്നതാണ് കറുത്തമ്മയുടെ പേര് ആര്യ എന്നാണ് പേര് കേട്ടാ. പിന്നെ ഇവിടെ ഒരു ഭയങ്കരമായ താരം ദേ കണ്ണാട വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വാ. ഇത് ശരിക്ക് കടപ്പുറം തന്നെയാണ് കേട്ടോ. നമ്മൾ കടപ്പുറത്ത് നിന്ന് തന്നെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. തളിക്കുളത്തു നിന്നാണ്. നമ്മുടെ രാമുകാരിയായിട്ടില്ലേ, അവരൊക്കെ നാട്ടുകാരാണ്. ഈ സ്നേഹരിജി നമ്മുടെ ഈ രംഗനര ഏറ്റവും ഒരു വിലപ്പെട്ട താരമാണ്. അത് ചക്കിയായിട്ട്, അത് ചെമ്പൻകുഞ്ഞിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുക. കറുത്തമ്മേരെയും പഞ്ചമീരെയും അമ്മയായിട്ട് അഭിനയിക്കുന്നതാണ് നമ്മുടെ സ്നേഹലിജി. ഇനി ചെമ്പൻകുഞ്ഞ് ഇവിടെ വന്നിട്ട് ചെമ്പൻകുഞ്ഞ് പ്രേമൻ, നമ്മുടെ പ്രേമൻ പിന്നെ അറിയാലോ, 50 വർഷത്തിലധികമായിട്ട് നാടകമേ ജീവിതം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച്. പിന്നെ ഇപ്പുറത്തെ ഒരാൾ വരുന്നത് വരണേണ്ടാ. ഇത് ശശി പൂനൂർ, നമ്മുടെ പളനിയുടെ ഒരു സുഹൃത്തായിട്ട് കറുത്തമ്മേനെ കല്യാണം കഴിക്കുന്നിടത്തേക്ക് കൂടെ വരുന്ന ആളാണ്. ശശിയുടെ മോന്തിന്ന് കാണിച്ചു തരാം. അതെ ശശി, മോന്ത കാണിക്കോ? ശശിയുടെ അന്നത്തെ പാട്ട് കണ്ടിട്ട് ആളുകളൊക്കെ കോരിത്തരിച്ചു. എൻ്റെ ദൈവമേ, ശശിയുടെ പ്രണയഗാനം കഴിഞ്ഞ ആഴ്ച. ഇതാണ് ശശി പളനിയുടെ നാട്ടിലത്തെ ഒരു കൂട്ടുകാരനാണ്. ഒരു സീനിലുള്ള കേട്ടോ ആള്. പിന്നെ ഉള്ളത് ജയന്തിനെ പിന്നെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജയന്തിക്ക് കാലിൽ ഇത്തിരി വേദനയുണ്ട്, മുട്ടുവേദന. അപ്പോൾ പതുക്കിയൊന്നും നടക്കാൻ പറ്റില്ലോ. ആ
ജയന്തി ഇതിലത്തെ ഒരു പ്രധാന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ കഥാപാത്രത്തിന്റെ പേരൊന്നും പറയുന്നില്ല കേട്ടാ. അപ്പോൾ സസ്പെൻസാണ് ജയന്തിയുടെ ക്യാരക്ടർ. ബാക്കി എല്ലാവരും നമ്മൾ പരിചയപ്പെടും. ഇനി പരീക്കുട്ടി വരാണ്ട്. പരീക്കുട്ടി ചാലക്കുടിയിൽ ഒരു മരണറിയിപ്പിനായിട്ട് പോയൊക്കെ വേഗം തന്നെ എത്തും. അപ്പം ഞാൻ ഈ റിഹേഴ്സൽ പിന്നെ വേറെ ഈ പളനീര് അവിടുത്തെ തുറയിലച്ചുണ്ട്. ഷിൻഡോ ആണ്. ഷിൻഡോ എത്തിയിട്ടില്ല. പിന്നെ കഴിഞ്ഞില്ലേ, എല്ലാവരും ആയില്ലേ. അപ്പോൾ ഇത്രയും ക്യാരക്ടറുകളാണ് നമ്മുടെ ചെമ്മീനിൽ. കണ്ടമാനം ഒരു 10-100 കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും കഥാപാത്രങ്ങൾ നമുക്ക് ഈ നാടകത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ നാടകത്തിലുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി റിഹേഴ്സൽ ആരംഭിക്കട്ടെ സന്തോഷപൂർവ്വം. എന്തായാലും കാണാൻ പറ്റുന്നവരൊക്കെ വരാം. ഒരു മഹത്തായ സൃഷ്ടിയാണ് നമ്മൾ എടുത്ത് നാടകമാക്കിയിട്ട് കളിക്കുന്നത്. ഭയങ്കര റിസ്ക്കാണ്. ഒരു പിഴവ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ പൊളിയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും ചെമ്മീൻ്റെ കഥ അറിയാം, ചെമ്മീൻ്റെ സംഭവങ്ങളൊക്കെ അറിയാം. അതിലൊരു പാളിച്ച പോലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളി കിട്ടും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി റിഹേഴ്സലിലേക്ക് പോട്ടെ. കനത്ത മഴയപ്പോഴേ ഞങ്ങളെല്ലാവരും ഇവിടേക്ക് അകത്തേക്ക് കയറി. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഒന്നുകൂടി എല്ലാവരും കൂടിയിട്ട് ഒന്ന് സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാൻ വിചാരിച്ചു. അതെ, ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഇവിടെ ഈ കിഷോറും നമ്മുടെ ആര്യയും ഇരിക്കുന്നു. പിന്നെ ബാക്കിയുള്ളവർ ദിനേശന് മുട്ട് മടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദിനേശൻ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നു. ദിനേശൻ മുട്ട് മടക്കാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ചോറിനാൻ പോകും. പിന്നെ രാജേഷ് ഉണ്ട്. ഞങ്ങളിവിടെ കുറച്ച് പേര് മേശ പപ്പടം സരിത പപ്പടം കാച്ചാൻ പോയി. ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ജയന്തി പോയി, മറ്റേ ലിജി പോയി, അതായത് ചക്കി പോയി. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇനി ഞങ്ങൾ ചെയ്യാൻ പോകും. ഞാൻ നാളെ പറഞ്ഞില്ലേ ഒരു സിനിമയിലത്തെ പാട്ട്, മാനസമേന എന്ന് പറഞ്ഞ പാട്ട്. ഞാൻ അവിടെ മറ്റേ കിടന്ന് കറുത്തമ്മതേ നമ്മുടെ ഇവിടെ മുറ്റത്ത് പാവം കറുത്തമ്മ ഈ ചമ്പൻകുഞ്ഞിൻ്റെ കറുത്തമ്മേരെ വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ രാത്രിയുടെ അന്ത്യയാമങ്ങൾ, ഏതോ യാമങ്ങളിൽ നമ്മുടെ പരീക്കുട്ടിയുടെ ഗായകൻ കൂടിയിട്ടാണല്ലോ. പരീക്കുട്ടി ആ പാട്ട് പാടാണ്. ഏത് മാനസമേന എന്ന് പറഞ്ഞ പാട്ട് പാടാണ്. അപ്പോൾ ഇവിടെ കേൾക്കാണ് ആ പാട്ട്. ആ സീനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒറിജിനൽ പാട്ട് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളിവിടെ ഭയങ്കര ഫീലാണ്. അപ്പോൾ നമുക്ക് വേറെ മ്യൂസിക്കായിരിക്കും വയ്ക്കാം. അപ്പോൾ ഒരു പാട്ട് വയ്ക്കും. സരിത പാട്ട് വയ്ക്കും. പവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര പവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ. ഈ പാട്ടിൽ നമുക്ക് ഒറിജിനൽ പാട്ടിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ വല്ല മ്യൂസിക്കാണ് ഇടാൻ പറ്റുമെന്ന് വെച്ചിട്ട് ചെയ്തിട്ടാ. കിട്ടി പോയാൽ പോയി. അങ്ങനത്തെയാണ്. കോപ്പിറൈറ്റ് ഉണ്ടോ? ഭയങ്കര കോപ്പിറൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവരെ ഓരോ ഭാഗങ്ങളിങ്ങടെ പാർട്ടുകളായിട്ടാണ് ചെയ്യാണ്. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു നാടകം പോലെ കളിക്കേണ്ട പാകമായിട്ടില്ല. ഉള്ളവരെ വെച്ചിട്ട് അവരവർ കുറേ സീനുകളുണ്ട്. ആ സീനുകൾ ഇങ്ങനെ ഓരോ കഷ്ണമായിട്ട് എടുത്തു വെച്ച് അത് ബ്ലോക്ക് ചെയ്ത് പിന്നെ അവസാനം കൂട്ടിമുട്ടിക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത് നാടകത്തിൽ. അതെ, നമ്മൾ ഇപ്പോൾ പരീക്കുട്ടിയും കറുത്തമ്മേരും ആദ്യത്തെ സീൻ ചെയ്യാൻ പോകണട്ടാ. നേരത്തെ കഴിച്ച പാട്ടാണ് അത്. മുൻപ് ചെയ്തത് മാത്രമല്ലോ. അപ്പോൾ ഇവര് ഭർത്താൻ പഴം നമ്മൾ മേക്കപ്പ് വെച്ചിട്ടുണ്ട് 2 പേരും. അത് ഇത് ഫസ്റ്റ് രണ്ടാമത്തെ റിഹേഴ്സലായിട്ടില്ലോട്ടാ. കുറേ റിഹേഴ്സൽ വേണം, 10-20 റിഹേഴ്സൽ വേണം. അപ്പോഴേക്കും ഇവർ തെളിയണം. ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അപ്പോൾ ഒരു സീൻ ചെയ്ത ഞാൻ എപ്പോഴും മറ്റേ വഞ്ചിയുടെ എന്റെ ജീവിതം വഞ്ചി തല്ലോടിക്കൊണ്ടായിരിക്കും. അപ്പൊ ഇവിടെ കാണുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറുത്തന്മാരെ, അതായത് ചെമ്പൻകുണ്ടിന്റെ വീടാണ്. ഇപ്പുറത്താണ് ഈ പരീക്കുട്ടിയുടെ കൂടെന്ന് പറയുന്നത്. അത് ഉണക്ക മീനൊക്കെ
ഉണക്കി എടുക്കുന്ന ഒരു കൂടം എന്ന് പറയും. പണ്ടത്തെ ചെറിയൊരു കൊട്ടാരല്ല, ഒരു കുടില്. അപ്പോൾ ഇവിടെയാണ് പരീക്കുടിയുടെ താമസം എല്ലാം. അപ്പോൾ ഇവരിവിടെ വന്നിട്ടുള്ള സംഭാഷണമാണ്. ഓക്കെ. ഞങ്ങ വെള്ളവും വലയും വാങ്ങിക്കാനെ കൊണ്ട് പോവാണല്ലോ. ഓ, കറുത്തമ്മയുടെ ഭാഗ്യം. പക്ഷേങ്കില് രൂപ തികയത്തില്ല. ഞങ്ങക്ക് കുറച്ച് രൂപ തരാമോ? എൻ്റെ എവിടുന്ന കറുത്തമ്മ രൂപ? ഒരു നിർദ്ദേശം, ഇത്രയ്ക്ക് അടുപ്പിച്ച് നിൽക്കണ്ട, കുറച്ച് അകന്ന് നിൽക്കണം. ഇത്രയ്ക്ക് അടുപ്പിക്കാനായിട്ട് അന്നത്തെ കാലത്ത് ഒരു കാലത്തും കാരണം ഞാൻ പ്രേമിക്കുന്നവരൊക്കെ പോണത് ചിലപ്പോ ഇവിടെ അജേട്ടൻ മാറി എന്നിട്ട് പറഞ്ഞാ മതി. പക്ഷേങ്കില് രൂപ തികയത്തില്ല. ഞങ്ങക്ക് കുറച്ച് രൂപ തരാവോ? എൻ്റെ എവിടുന്ന രൂപ കറുത്തമ്മ? ഓ, പിന്നെന്തിനാ വലിയ കൊച്ചുമുതലാളി എന്ന് പറഞ്ഞ് നടക്കുന്നേ? കറുത്തമ്മ എന്തിനാ എന്നെ കൊച്ചു മുതലാളി എന്ന് വിളിക്കുന്നേ? പിന്നെന്താ വിളിക്ക? കറുത്തമ്മ എന്നെ പരീക്കുട്ടീന്ന് വിളിക്കണം. ഞാൻ വിളിക്കത്തില്ല. എന്നാ ഞാൻ കറുത്തമ്മേനെ കറുത്തമ്മ ഒന്നും വിളിക്കത്തില്ല. പിന്നെ എന്നാ വിളിക്കും? കറുത്തമ്മേനെ ഞാൻ വലിയമരക്കാത്തീന്ന് വിളിക്കും. അല്ല, വെള്ളവും വലയും വാങ്ങിയാൽ വെള്ളത്തിൽ കിട്ടുന്ന മീനെല്ലാം എനിക്ക് കച്ചവടം ചെയ്യാൻ വലിയമരക്കാത്തി അച്ഛനോട് പറയില്ലേ? നല്ല വില തന്നാ മീൻ തരാം. കറുത്തമ്മ നോക്കല്ലേ. സോറി. എന്നിങ്ങനെ നോക്കാതെ. ഓ, എന്താ കൊച്ചു മുതലാളി? ദേ അമ്മ വിളിക്കണു, ഞാൻ പോവാ. ഇതാണ് ഒരു സീൻ കേട്ടാ. സീൻ എന്ന് പറഞ്ഞാൽ ചെറിയ സീനുകളാണ്. ഇത് ഒരു ഗംഭീരമായിട്ടില്ല, ഒന്നും ആയിട്ടില്ല കേട്ടാ. വെറും വട്ടപൂജയാണ്. ഒരു മാർക്ക് പോലും ഇത് കൊടുക്കാറായില്ല. 100 മാർക്കിലേക്ക് എത്തണം. അതിന് കുറെ സമയമുണ്ട്. ഇപ്പൊ നമ്മുടെ വെറുതെ ഇത് ചെയ്യുന്നത്. ഞങ്ങള് നാടക റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അക്കാദമിയിലേക്ക് പോയി. അത് നാടക റിഹേഴ്സല് മൊത്തം ഒരു എപ്പിസോഡ് ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ അത്രയ്ക്കൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല. അല്ല, ഷൂട്ട് ചെയ്യാണ്ട് മാത്രല്ല, എല്ലാവരും പഠിച്ച് സെറ്റായി വരുന്നുള്ളൂ. അത് ഒന്നും ആയിട്ടില്ല. അതെ, ഒന്നും ആയിട്ടില്ല നാടകം. അപ്പൊ അത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ റിഹേഴ്സൽ കാണിക്കാൻ മാത്രം ഒന്നും ആയിട്ടില്ല. ആരും ഡയലോഗ് ഒന്നും പഠിച്ചിട്ടില്ല. അതന്നെ. അപ്പോ ഞാനൊക്കെ പറഞ്ഞു കൊടുത്ത് എന്റെ തൊണ്ടര അണ്ടകടാഹമൊക്കെ പ്രോംപ്റ്റ് ചെയ്തിട്ട് ഞാൻ മാത്രല്ലേ സഹസവിധായകന്മാരെ ആയിട്ട് ദിനേശനും സരിതീനുള്ളത്. സരിതയും വലിയ ദിനേശനും ഇല്ല അവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട്. നിങ്ങൾ രണ്ടുപേരാണ് അസിസ്റ്റന്റുകള്. ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് അറിയാനൊന്നുമില്ലേ, പറഞ്ഞു കൊടുക്ക. അതാണ് ചെയ്യാ. ഞാൻ സഹസംവിധാനത്തിലൊന്നും നിൽക്കാറില്ല. അതിനുള്ള കഴിവുമില്ല എനിക്ക്. കഴിവൊന്നും വേണ്ടതിന്. ഞാൻ വെറുതെ കാണാതിരിക്കും. വല്ല സജഷൻസ് എനിക്ക് കാണുമ്പോൾ തോന്നി വല്ലതും പറയുന്നല്ലാതെ ഞാൻ റിഹേഴ്സൽ ചെയ്യുന്നോട് ഇരിക്കാറില്ല. അപ്പൊ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് അത് അധികം കാണിക്കാഞ്ഞേ. കുറച്ചൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. റൺ ത്രൂ ഒക്കെ പോയി തുടങ്ങുമ്പോൾ കാണിച്ചു തരാം. പിന്നെ എന്നിട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റീജിയണൽ തിയേറ്ററിലേക്ക് തൃശ്ശൂർ സംഗീത അക്കാദമിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ നാടകം ഉണ്ടായിരുന്നു. സംസ്ഥാന നാടക മത്സരത്തിൽ 2ാം സ്ഥാനം അവിടെ കിട്ടിയിട്ടുള്ളതാണ്. ഏറ്റവും നല്ല നടനും കുറേ അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ് ഇന്നാൾ കളിച്ചത്. ഞാനത് മുന്നേ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് മത്സരത്തിൻ്റെ ഒന്ന് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സരിതിക്ക് അത് കാണുന്ന ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ പ്രേമൻ ടീമുകൾ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോയി. ആ നാടകം അതിൻ്റെ പേരുന്ന പുറത്തുനിന്ന് ഒരാളാ, നാടകത്തിന്റെ പേരെന്തുട്ടാ? പുറമേ നിന്നൊരാളാ, അല്ല അകലെ നിന്നൊരാളാ. അയ്യോ അല്ല, അങ്ങനെയൊന്നല്ല. ഏതാണ്ട് അതിന്റെ അതുപോലത്തെ ഒരു സാമ്യമുള്ള ഒരു പേരാ. പേര് ഞാൻ പറയാം, എഴുതി കാണിക്കാം. ഹേമന്ത് ആണ് എഴുതിയേക്കണേ. അത് ഹേമന്തിനെ പറ്റി പറയുകയാണെങ്കിൽ സരിതയ്ക്ക് പറയാനുണ്ട്. ആളെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയില്ല. ആളുടെ ഭാര്യനെ കുറിച്ചിട്ടാണ്. ആളുടെ ഭാര്യ സുജ നമ്മുടെ ഭയങ്കര ആരാധികയാണ്. നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പം എനിക്ക് ഈ കടച്ചക്കരെ കുറിച്ചിട്ടുള്ള എൻ്റെ നിലവിളി കേട്ടിട്ട് മറ്റേ കടയിലേക്ക് അത് വയ്യാണ്ടിരിക്കുമ്പോൾ പാവം കടച്ചക്കൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നത് കേട്ടപ്പോൾ വീണ്ടും കടച്ചക്ക ബാക്കിയുണ്ടായിരുന്നു പൊട്ടിച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുന്നേ ഡ്രസ്സ് എടുക്കാനായിട്ട് കടയിലേക്ക് വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും വന്നിട്ടുണ്ടായിരുന്നു, ഈ ഹേമന്ത് എന്ന് പറഞ്ഞ ആളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലല്ലോ ആൾ ഇത്രയും വലിയ ഒരു എഴുത്തുകാരനാണ്, നാടകകൃത്താണെന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല ആ സമയത്ത് കേട്ടാ. അപ്പോൾ ആൾ നാടകം എഴുതുന്നതാന്നൊക്കെ പറഞ്ഞു, അക്കാദമിയിൽ നാടകം അവതരിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, പ്രൊഫഷണലാണെന്ന് പറഞ്ഞു. പ്രൊഫഷണൽ നാടകം ഞാൻ കണ്ടിട്ടില്ല, കുറേ കാലങ്ങളായിട്ട് കണ്ടിട്ടില്ലേ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചിട്ട് അങ്ങനെ നമ്മളത് കാണാത്ത കാരണമുണ്ടേ. പക്ഷെ അത് കാണാൻ
2.5 മണിക്കൂർ അങ്ങടായിരുന്നു നാടകം. കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല സമയം. എന്തൊരു നല്ല നാടകമായിരുന്നു അറിയോ. കുറെ നമുക്ക് പഠിക്കാനും ഉണ്ട് ജീവിതത്തിലേ. ഞാൻ ഇപ്പോൾ പറയുന്നത് അതായത് ജീവിതത്തിൽ പഠിക്കില്ല. ഇപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള നുണകളൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ സരിത പറഞ്ഞിട്ടാണ് ഈ മീൻ വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ സരിത അത് ചിലപ്പോൾ സരിത പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാനത് വെറുതെ നിസ്സാരമായിട്ടുള്ള ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതായത് നിർദോഷമായിട്ടുള്ള നുണകൾ, ആർക്കും അതൊരു ഉപദ്രവമില്ല, ഒരു നഷ്ടമില്ല, ഒന്നുമില്ല. കേൾക്കുന്നവർക്ക് ഒരു സുഖത്തിന് വേണ്ടിയിട്ടാവും ചിലപ്പോൾ ഞാൻ അറിയാണ്ട് എൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ നുണകൾ, ചെറിയ കുഞ്ഞു നുണകൾ ഞാൻ കുറേ വീഡിയോകളിലായിട്ട് പറയും. അതിന് ഈ നാടകത്തിൽ ഭയങ്കര പ്രാധാന്യമുണ്ട്. അതായത് നിർദോഷമായി നുണകൾ പറഞ്ഞ് നമ്മൾ സംസാരിക്കണം, നമ്മൾ വർത്തമാനം പറയണം. അതായത് മൊബൈൽ ഫോണിന്റെ ഒക്കെ ലോകത്തേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ലോകം. എല്ലാവരും അവരവരുടെ കയ്യിലുള്ള ഫോണിലാണ് അവരവരുടെ ലോകം. ചുറ്റും നടക്കണമെന്നും അറിയണില്ല, അധികം സംസാരിക്കുന്നില്ല. സംസാരിക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ല. ആരെങ്കിലും വർത്താനം പറയാൻ വന്നാലും സംസാരിച്ചിരിക്കാൻ ഇഷ്ടമില്ല ആർക്കും. 2 വാക്ക് പറഞ്ഞാൽ മാറി. അതെ, ഏറ്റവും ഇപ്പോഴത്തെ ജെൻസികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ അവരെ മറുപടി കഴിയും. നമ്മളാണെങ്കിലോ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒല്ലൂരിനെ കുറിച്ച് ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ ചേട്ടൻ ആദ്യം ഇന്ത്യനെ കുറിച്ച് പറയും. ഇന്ത്യനെ അറിയണമെങ്കിൽ ഇന്ത്യനെ കുറിച്ച് പറഞ്ഞിട്ട് കേരളത്തിനെ കുറിച്ച് കഴിഞ്ഞിട്ട് തൃശ്ശൂരും കഴിഞ്ഞിട്ടാണ് ഒല്ലൂരിലേക്ക് എത്തുള്ളൂ. ഒല്ലൂരിനെ കുറിച്ചിട്ട് അവൻ ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ജനറേഷൻ. നമ്മളിങ്ങനെ നന്നായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് സംസാരിക്കാൻ അധികം താല്പര്യമില്ല. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നാടകം. നമ്മൾ സംസാരിക്കണം, നമ്മൾ നന്നായി സംസാരിക്കണം, അതിനെയാണ്. അപ്പോൾ നമുക്ക് ആ നാടകം കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ സംസാരിക്കാൻ തോന്നും അല്ലേ. ആദ്യത്തെ നായകൻ എന്ന് പറഞ്ഞിട്ട് നായകൻ ഒരു കൊലപാതകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപകടത്തിൽ ഒരാൾ മരിച്ചു. പക്ഷെ അയാളാണ് ഇതിൻ്റെ കുറ്റക്കാരൻ എന്നുള്ളത് വീട്ടുകാരും നാട്ടുകാരും ഒത്തിരി പറയാം. വീട്ടുകാരും നാട്ടുകാരും അയാളാണ് ഇയാളെ KCB-യിലെ ജോലി. അപ്പൊ ആളുടെ കൂടെ ഉണ്ടായിരുന്ന ആള് ഇത് പോസ്റ്റ്മേ ട്രാൻസ്ഫോമർമേ കയറി ചെയ്തോണ്ടിരിക്കുമ്പോ ഇയാള് ഫ്യൂസ് കുത്തി വർക്ക് കഴിഞ്ഞു എന്ന് വിചാരിച്ച എന്തോ ആക്സിഡന്റലി അറിയാണ്ട് സംഭവിച്ചതാ. മറ്റേ ഷോക്ക് അടിച്ച് മരിച്ചു. അപ്പൊ അതോടുകൂടി ഇയാളാണ് കൊന്നത് എന്നുള്ളൊരു പോലത്തെ ഒരു ഇതായി. അപ്പൊ ഇയാൾക്ക് സ്വയം കുറ്റബോധം, ഞാൻ കാരണം കൊണ്ടാണ് അവൻ മരിച്ചെന്നുള്ള കുറ്റബോധം കൂടി. അപ്പൊ ഇയാൾ ഒതുങ്ങി കൂടി വീട്ടില്. ഇയാൾ ആരോടും സംസാരിക്കാണ്ടായി. ഇയാൾക്ക് മൊത്തത്തിൽ എല്ലാത്തിനോടും വെറുപ്പായി. ഭാര്യയോടോ അമ്മോടോ പോലും സംസാരിക്കാൻ എന്താ പറയാ, നിശബ്ദത മാത്രം. പിന്നെ ആരെങ്കിലും ഇയാളോട് സംസാരിച്ചാലും ഇയാളെ ആക്കണ പോലെ കളിയാക്കണ പോലെയൊക്കെ തോന്നും. അപ്പൊ അവരോടൊക്കെ ഇയാള് ദേഷ്യപ്പെടും. അപ്പൊ അങ്ങനെ മൊത്തത്തില് ഒരു വെറുപ്പുള്ള ഇതായി മാറി. ഇയാൾക്ക് സസ്പെൻഷൻ ആയിരുന്നു. സസ്പെൻഷൻ കഴിഞ്ഞ് ജോലിയിൽ കയറാൻ പറഞ്ഞിട്ടും ഇയാള് ജോലിയിൽ കയറാണ്ട് എവിടെ മുഖം കൊടുക്കാതെ ഇയാളിങ്ങനെ ഒതുങ്ങി നടക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഇയാള് ഒരു പട്ടീനെ രക്ഷിക്കുകയാണ്. തല ഇങ്ങനെ കുടത്തില് കുടുങ്ങി പോയിട്ടുള്ള ഒരു നായേനെ, നാടൻ നായേനെ ഇയാള് രക്ഷിക്കും. അങ്ങനെ ആ നായായിട്ട് ഇയാൾക്ക് കൂട്ട്. ആ നായ ഇയാളോട് സംസാരിക്കാൻ തുടങ്ങി. അതായത് ഇയാൾക്ക് തോന്നിക്കണതാണ് സംസാരിക്കണ പോലെ. അത് ഇയാളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ അതാണ് ഇയാൾ ഉപദേശിച്ചു കൊടുക്കണേ. ഓരോ കാര്യങ്ങളും ഇങ്ങനെ അങ്ങനെ ചെയ്തിട്ട് ഉപദേശിച്ച് അങ്ങനെ ആ നായയുടെ അതൊന്നും ഇയാള് ശ്രദ്ധിക്കില്ല. പിന്നെ ഇയാള് അത് ആ നായ പറഞ്ഞ കേട്ട് പെരുമാറാൻ തുടങ്ങുമ്പോ പതുക്കെ ഇയാളുടെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇയാൾക്ക് എല്ലാവരോടും ചിരിക്കാനായിട്ട് ആദ്യം പഠിക്കണം. ആദ്യം ഇയാളിങ്ങനെ അച്ഛൻ ഭാര്യ പട്ടി എന്നിട്ട് പറയും. ആദ്യം തന്നെ വീട്ടില് ഭാര്യയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് പോയി ചിരിക്കാൻ പറയുന്നത്. അപ്പൊ ഇയാള് ചിരിച്ചു കണ്ടിട്ട് അപ്പൊ ഇയാള് ചെന്നിട്ട് ഇവരെ കാണുമ്പോ ഇങ്ങനെ ചിരിക്കും. അല്ല അപ്പൊ എങ്ങനെയാ ഞാൻ ചിരിക്കേണ്ടത് എങ്ങനെയാന്ന് പോലും ഞാൻ മറന്നുപോയി എന്ന് പറയും. അപ്പൊ ഈ പട്ടി ചിരിച്ചു കാണിച്ചു കൊടുക്കും. അപ്പൊ പട്ടി ഇങ്ങനത്തെ ഒരു ഗോഷ്ടിയെ കാണിക്കുക. ഇയാൾ അത് കണ്ടിട്ടല്ലേ വീട്ടിൽ പോയത്. അപ്പൊ ഇയാള് വീട്ടിൽ ചെന്നിട്ട് അതുപോലെ കാണിക്കുമ്പോ ഭാര്യ അമ്മ പേടിക്കും. ഇയാൾക്ക് ഇനി എന്നിട്ട് അപസ്മാരം അങ്ങനെ എന്തെങ്കിലും വന്നു വിചാരിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോകണ്ട അങ്ങനത്തെ ഒരു സെറ്റപ്പ് പറയും. പക്ഷെ സത്യത്തിൽ ഇയാള് അവരത് പുഞ്ചിരിക്കാൻ ശ്രമിച്ചാണ്. എന്നിട്ട് ഇത് പട്ടിയുടെ അടുത്ത് വന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങള് അപ്പൊ ഇതിനെ പട്ടി വിശദീകരിച്ചു കൊടുക്കും. ഇതില് ഈ നാട്ടിൽ എന്ന് പറഞ്ഞൊരു ചായക്കടയുണ്ട്. ഈ ചായക്കടയില് ചായക്കടക്കാരന് ആരെങ്കിലും ചായ കുടിക്കാൻ വരണമെന്ന് ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2-3 സെറ്റ് ഉണ്ട്. മറ്റേ കുഞ്ഞിരാമായണത്തിലത്തെ വെൽഡൻ വാസൂലേ, അല്ലെങ്കിൽ എന്താ പറയാ ജാലിയൻ കണാരന്റെ പോലെയുള്ള 3-4 പേര് ഇവരിരുന്നിട്ട് ഇവരുടെ വീരചരിത്രങ്ങള് അതായത് പറഞ്ഞു കേൾക്കുമ്പോ തന്നെ നമുക്കേ എന്തെന്നാ പറയാ അങ്ങനത്തെ കഥകളാണ് ഇവര് പറയാ.
അപ്പൊ ആ കഥ കേൾക്കാനും ആളുകളുണ്ട്. ഇവർക്ക് കേട്ടിരിക്കും, ഇവർക്ക് പരസ്പരം കേട്ടിരിക്കാൻ ഇഷ്ടമാണ്. ഇവര് ഭയങ്കര പ്രോത്സാഹനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും. നീ അന്ന് നീ മറ്റേ ആ വെമ്പാലാനെ പിടിച്ച കഥയില്ല, അതൊന്ന് പറഞ്ഞേ. അത് കേൾക്കുമ്പോ രോമാഞ്ചം വരാ അത് കേൾക്കുമ്പോഴത്തേക്കും. അതൊന്ന് പറഞ്ഞേന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ സംസാരിക്കണം എന്നാണ് ആ നാടകം പറയണത്. അതിൻ്റെ ആളുകളുടെ അഭിനയവും നന്നായിട്ടുണ്ട്, ആ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. അതിലത്തെ ഈ മെയിൻ ക്യാരക്ടർ അഭിനയിച്ച ആൾക്കാരുകൊണ്ട് സംസ്ഥാന അവാർഡ് കിട്ടിയെന്ന് തോന്നുന്നു. അന്ന് പ്രൊഫഷണൽ നാടക മത്സരം നടക്കുമ്പോഴാണ് ചേട്ടൻ കണ്ടേ. അതെ അതെ, അന്ന് 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു, 2.5 മണിക്കൂറിന്റെ അടുത്തുണ്ടായിരുന്നു. ഇപ്പൊ നാടകം കുറച്ച് ആദ്യമായിട്ട് ചേട്ടൻ ഒരു തരി പോലും ഉറങ്ങാണ്ടിരുന്ന് കണ്ട നാടകമാണ് അത്. അതന്നെ. അത് പട്ടികളുള്ളൊക്കെ ഉള്ള കാരണമായിരിക്കും തോന്നുന്നു കണ്ടു. അത് കണ്ടിരിക്കാം. അല്ല കാണാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ എല്ലാവരോടും സംസാരിച്ച് എല്ലാവരുമായിട്ട് ഈ നുണകൾ പറഞ്ഞാലും അതൊക്കെ ആസ്വദിച്ച് കൊണ്ട് ജീവിക്കണം എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നിനക്കും കൂടിയുള്ള ഒരു വാണിങ് തിരുത്തി കഴിഞ്ഞാൽ സംസാരം കൂടുതലുള്ളതല്ലോ. അതോട് തിരുത്താണ്ട് ഞാൻ മാത്രം പറഞ്ഞിട്ട് ഞാൻ മാത്രം ഇവിടെ വർത്താനം പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എന്ത് രസമുണ്ടത്. തർക്കിക്കാൻ സരിത കൂടെ വേണ്ട, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇപ്പൊ ഇന്ന് എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ കൊറേ നാളുകളായിട്ട് ഇട്ട വീഡിയോയില് ഇന്നിട്ട വീഡിയോ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതായത് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് അതന്നെ. പക്ഷെ അതിൽ കുറെ കമന്റ്സ് എന്നിട്ട് വെച്ചാൽ ഞാൻ ഈയിടെയായി ചേട്ടനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നു, ഇത് നിർത്തണം എന്നാണ്. കുറച്ചല്ലോ എന്നിട്ട് അങ്ങനത്തെ കമന്റുകൾ അല്ലല്ലേ, അങ്ങനത്തെ കമന്റ്സ് കുറെ ഉണ്ട്. ഒരു സിന്ധു എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി എഴുതിയിട്ടുണ്ട്. ആ ചേച്ചി പണികളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ മറ്റേ ഒരു സ്വസ്ഥത അല്ലെങ്കിൽ തന്നെ ടെൻഷനുകൾ ഉണ്ട്, അതിൻ്റെ ഇടയിൽ സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാണ് യൂട്യൂബിൽ വീഡിയോ കാണുന്നത്. അപ്പോൾ കണ്ണിനും മനസ്സിനും കുളിർമ തരുന്ന പുത്തേറ്റ് ട്രാവൽസിൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കണ്ടോടുകൂടി അതിൻ്റെ ഉള്ള സ്വസ്ഥത പോയിന്ന്. ദയവ് ചെയ്ത് സരിത ഇങ്ങനെ ബോറടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കമന്റ് വായിച്ചില്ലേ അത് ഞാൻ. പക്ഷെ എനിക്ക് സരിത അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞത് എല്ലാവരും ഭൂരിഭാഗം പേരും എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനെ ഭയങ്കര സീരിയസ് ആക്കി എടുക്കണ്ട. നമ്മളിതിനെ നിസ്സാരമായിട്ട് അങ്ങോട്ട് ഭാര്യയും ഭർത്താവ് ആക്കുമ്പോ അങ്ങോട്ട് കളിയാക്കി ജീവിക്കുന്നതിന്റെ രസം അതിനേക്കാളും രസം വേറെ ഒന്നും നമുക്ക്. അത് നമ്മൾ ഈ നാടകത്തിൽ നിന്ന് പഠിക്കും. നമ്മൾ അതായത് അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇയാളുടെ അമ്മായിയമ്മയും ഇയാളുടെ അമ്മയും ഭാര്യയും അതേ മരുമോളും ഇവര് സമയം കിട്ടി കഴിഞ്ഞാൽ ചീട്ടുകളിയാണ് രണ്ടുപേരും കളിയാക്കിയിട്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്റെ ജീവിതത്തിന്റെ പ്രശ്നമായി. നമ്മളിത് ഇപ്പൊ ഞാനും സരിതയായിട്ടില്ലായാലും ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞ അത് രസമല്ലേ നമുക്ക്. ഇപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് പാചകം ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എത്രയോ പേര് വീട്ടിലത്തെ കാര്യങ്ങൾ ഗൗരവമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ചേച്ചി അമേരിക്കയിലുള്ള ഒരു ചേച്ചി കുറേ പാചകം ചെയ്യുന്നു പറഞ്ഞില്ലേ, കുറേ സാധനങ്ങൾ. ഇപ്പോൾ സാൽമനാണെങ്കിൽ 10 കിലോ സാൽമൺ, ഒരു 3-4 കയ്യിൽ ഉലുവ, ഇതൊക്കെ ഇട്ടിട്ട് ഒരു പാചകം ചെയ്യുന്ന ഒരു പെൺകുട്ടിയില്ലേ. അതെന്താ വെച്ചാൽ അത്രയും സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് അങ്ങനെ സീരിയസ് ആയിട്ട് ചിരിക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ സീരിയസ് ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമല്ലേ. സീരിയസ് ആയിട്ട് ചെയ്യുന്നത് ഇഷ്ടം പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ കൊണ്ടും കൊടുത്തും വർത്താനം പറഞ്ഞും ഇരിക്കണം എന്നാണ് ഈ നാടകത്തിന്റെ ആകെ കാതലിട്ടാ. ഞാനാണെങ്കിൽ എൻ്റെ അവസാനം ആ കർട്ടൻ ഇങ്ങനെ ഇങ്ങോട്ട് അടിയിലേക്കാണ് പോണ ആ ക്ലിപ്പ് മാത്രം എടുത്തിട്ടുണ്ട്. അത് അവസാനം ഒന്ന് കാണിച്ചു തരാം, നിനക്ക് ഇതിൽ കാണാം. ഫസ്റ്റത്തെ വട്ടം കാണാൻ പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചേട്ടൻ ഉറങ്ങാണ്ടിരുന്ന് കണ്ടു. ഇപ്പോഴത്തെ വട്ടം വന്നില്ലേ, ഞങ്ങൾ രണ്ടാളും പോയില്ലേ, അപ്പൊ ചേട്ടൻ ഉറങ്ങാൻ കാരണം തണവ്. ഇത്ര മനുഷ്യ 17 ഡിഗ്രിയില്. അതെ, ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി ചേട്ടൻ. ഇവിടെ ആകുമ്പോ ഫാനും ഉണ്ട്, 2 AC ഉണ്ട്. ഇവിടെ AC കാര്യം പറഞ്ഞില്ല, ഫാൻ ഇങ്ങനെ തിരിയുന്നുണ്ട്. അപ്പൊ ഇരിക്കുന്നവരെ നാടൻ തുടങ്ങാറായിട്ടില്ല, എല്ലാവരും വീശിയിരിക്കുക. അപ്പൊ ഉഷ്ണം ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു AC ഒന്നും ഇല്ലല്ലോ, ഫാനല്ല. അപ്പോൾ ഫാനിൻ്റെ അവിടെ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിരുന്നോളാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ ടീം എല്ലാവരും വരിയായിട്ട് അവിടെ ഇരുന്നു. നാടകം തുടങ്ങിയപ്പോൾ AC ഇട്ടു 17. അത് 2 AC തൊട്ടടുത്ത് നമ്മുടെ അവിടെ വെന്റ് തുറന്നു വെച്ചാണ്. നമുക്ക് ഈ നാടകം ആസ്വദിക്കാൻ പറ്റില്ലേ, ഭയങ്കര. ഞാനാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ അല്ല ഇരുന്ന് ഇങ്ങനെ ഇരുന്നു, ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ എന്റെ പലദിവസം ശശി ഇരിക്കുന്നത്, നമ്മുടെ ശശി പൂനൂര്. ശശി എന്താ ചെയ്ത കുറച്ച് കഴിഞ്ഞപ്പോ തണവ് സഹിക്കാൻ പറ്റാണ്ട് പുറത്ത് പോയിട്ട് ചായ കുടിക്കാനും. അല്ല, ശശിയുടെ ഞാൻ AC തണുപ്പ് കുറയ്ക്കാൻ പറഞ്ഞിട്ട് വരാം. നല്ല കാര്യം പോയി പറയുന്നു പറഞ്ഞു.
അത് കഴിഞ്ഞപ്പോ കാപ്പിന് ആളെ കാണാനില്ലേ. അവൻ ചായ കുടിക്കാൻ പോയി തണുപ്പ് സഹിക്കാൻ പോയിട്ടുണ്ട്. കാപ്പി കുടിച്ചിട്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ശരീരം ചൂടാക്കിയിട്ട് വന്നേ. എന്നിട്ട് ആള് വന്നപ്പോ ആളെ ഉള്ളിവടേരും പരിപ്പുവടേരൊക്കെ മണം. വേനൽക്കാലത്താണെങ്കിൽ കുഴപ്പമില്ല, വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് ഈ ചൂട് ഈ തണുപ്പ് സഹിക്കാൻ പറ്റും. ഇതിപ്പോ പുറത്ത് ഭയങ്കര മഴയും അതിൻ്റെ ഒപ്പം 17 ഇതും ആണ്. നമ്മൾ ഇതിവിടെ ഞാൻ ഒരു പാതകമാണോ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് അറിയില്ല, ഞാൻ ആരോടും പറഞ്ഞില്ലേ, സരിതോട് പോലും പറയാണ്ടാണ് ചെയ്ത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ സരിത അംഗീകരിച്ചു കേട്ടാ. എന്നിട്ട് ഞാൻ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ മാങ്കോശിനാണ്, അവിടെയാണ് മാങ്കോശിനാണ്. അത് മരത്തിന്റെ കടക്കിലാണ്, അല്ല മരങ്ങളുടെ കടക്കിലാണ് നിൽക്കുന്നത്. അതിന്റെ ഇലകളൊക്കെ ഇതിങ്ങനെ ഉണങ്ങി ഉണങ്ങി നിൽക്കുള്ളൂ എപ്പോഴും. ഒരു കാലത്തും അത് വലുതാവില്ല. അന്ന് വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ആ പരിപ്പത്തിൽ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ എന്തൊരു ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. ഒരു ചെറിയൊരു വാട്ടുണ്ട്, ഇപ്പോൾ 3-4 ദിവസമായിട്ടുള്ള വെച്ചിട്ട് അത് പിന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാനത് വീഡിയോ എടുത്തില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്നാണ് വീണ് ഇതാക്കി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി സ്ഥലത്തുള്ള സാധനങ്ങൾക്കാണ് സ്ഥാനചലനം സംഭവിച്ചോടുന്നുള്ളൂ. ഇപ്പൊ അത് വീട്ടിൽ സംഭവിച്ചു തുടങ്ങി. ഇത്രയും വലിയ സാധനമൊക്കെ പറിച്ചോണ്ടൊന്ന് കുഴിച്ചിടുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. രക്ഷപ്പെട്ടു അങ്ങനെ ഞാൻ പറയണല്ലോ. ഇതിപ്പോ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സരിതയ്ക്ക് മിളകും മല്ലിയൊക്കെ അരയ്ക്കുമ്പോൾ ഇത് ഇത്തിരി വലുതായി കഴിഞ്ഞാൽ തണൽ കിട്ടും എന്നുള്ളതാണ് ഒരു ഗുണം. അപ്പോൾ അതും കൂടി കണ്ടിട്ടാണ് അവിടെ വെച്ചേട്ടത്. കടക്കിലൊക്കെ ഞാൻ നല്ല ഭംഗിയിലൊക്കെ ഇഷ്ടിയൊക്കെ കെട്ടി. ഇനി ദയവ് ഇത് നീ വലുതാവൂ, എന്നെ നാണം കെടുത്തരുത്, മനസ്സിലായ? അപ്പോൾ ഇവിടെ ഒരു മഹാഗണി നിന്നോടുന്നത് വെട്ടിയില്ലോ. അത് ഇതാണ്. പകരം നമ്മളൊരു മരം വെക്കും, പോയതിന് പകരം ഒരെണ്ണല്ല 2 വെച്ചു, അവിടെയും 1 വെച്ചു കേട്ടാ. അതെ, മാംഗോസ്റ്റിന് സെമി ഷെയ്ഡ് വേണം, നല്ല വെയിൽ വേണ്ട. സെമി ഷെയ്ഡ് നമുക്ക് ഇതിൽ കായ ഉണ്ടാവില്ലല്ലോ. മെയിൻ കാര്യം നിനക്ക് നല്ല ഭംഗിയിൽ തണലുണ്ടാവും, കായ ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ നാടകം ഇനി നല്ല പോലെ റിഹേഴ്സലൊക്കെ പഠിച്ച് എല്ലാവരും നല്ല പോലെ ആക്ടിങ്ങിലൊക്കെ നല്ല പോലെ തെളിഞ്ഞിട്ടാണ് ഇനി ശനി ഞായറും ഉണ്ടാവും റിഹേഴ്സൽ. ഇനി റിഹേഴ്സലിന്റെ എണ്ണം കൂട്ടാൻ പോകുന്നുണ്ട്. കാരണം ഒന്നും ആയിട്ടില്ല, ഒരു മാസത്തിൽ ഉള്ളോ ഇനി നാടകത്തിന്. പകടിയിലെ വീട്ടുകാർ വന്നിട്ട് എന്നെ തല്ലും, അത് അവര് മാത്രല്ല കാണാൻ വന്നവരും തല്ലും. അപ്പോൾ അത് നോക്കണേ. നമ്മൾ വിചാരിക്കണ പോലെ ചെറിയ കുട്ടികളില്ല, ലോകത്തിലത്തെ ഒരു ക്ലാസിക് സാധനം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പൊ എല്ലാവരുടെ ഒഴിവ് നോക്കണ്ട, 2 പേര്. ഇപ്പൊ കറുത്തമ്മയും പളനിക്കും ഫ്രീ ആവണ ദിവസം അവർ 2 സീൻ നോക്കാം. അങ്ങനെ കോമ്പിനേഷൻ സീനുകളാണല്ലോ ഇതിൽ കുറേ വരണത്, ചക്കിയും ചെമ്പൻകുഞ്ഞും. അപ്പൊ അങ്ങനെ അവരുടെ 2 പേരുടെയും അങ്ങനെ നോക്കിയിട്ട് ചേട്ടനോട് എല്ലാ ദിവസവും കുറച്ച് സമയം റിഹേഴ്സൽ നോക്കാൻ പറഞ്ഞു ചേട്ടൻ. അപ്പൊ അത് സെറ്റായോളൂന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ വേറെ സന്തോഷ വാർത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മ്യൂസിക് ചെയ്യണത് ഞാനല്ല, മ്യൂസിക് സർത്താജ് ഏറ്റെടുത്തു. അവ സൂപ്പറായിട്ട് ചെയ്തോളും. അപ്പൊ ആ തലവേദന ഒഴിഞ്ഞു. അപ്പൊ എനിക്ക് സമാധാനമായിട്ടിരുന്ന് നാടകം കാണാം. വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ അങ്ങനെ ഇരിക്കുക, വേണ്ട അതാ ചെയ്തോളും, നന്നായി ചെയ്തോളും. അതെ, അപ്പൊ അങ്ങനെ അപ്പൊ നന്നായി റിഹേഴ്സലാകുമ്പോൾ നാടകത്തിന്റെ അടുത്തെത്തുമ്പോൾ നിങ്ങൾക്ക് സെപ്റ്റംബർ 6-ാം തീയതിയാണ് കേട്ടോ നാടകം. അപ്പോൾ നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ശരിക്കും അപ്പോൾ നമ്മൾ ഒരു വട്ടം കൂടി കൂടും, നമ്മുടെ ആ തോലോകം ഒന്നുകൂടി കൂടും. അല്ല, എല്ലാ ശനി ഞായറും ഉണ്ടാവും. സെറ്റ് ആയിട്ടുള്ള സമയത്തെ ഒരു ദിവസം കാണിക്കാം. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും നാടകം വന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാടകം നമ്മൾ ഇവിടെ കളിക്കുന്നത് കുറച്ച് കാണിക്കും കേട്ടോ. അപ്പോൾ നിർത്താം. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നന്നായി നിങ്ങളെല്ലാവരും വർത്തമാനം പറയുക, വീട്ടിലൊക്കെ അടിപൊളിയായിട്ട് വർത്തമാനം പറയാം, എല്ലാവരോടും ചിരിച്ച് കളിച്ച്. എന്തുട്ടാണ് അല്ലേ, ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നമുക്കും കുറേ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മള് കുറെ ദുഃഖിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അങ്ങോട്ട് ദുഃഖിച്ചിരിക്കില്ല. ദുഃഖിക്കും, ദുഃഖം ഉണ്ടാകുമ്പോൾ ദുഃഖിക്കേണ്ടി വരും. അല്ല, അതിനെ നമ്മൾ കളയാ, പോട്ടെ. അപ്പൊ അങ്ങനെ കേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.